പ്രിയപ്പെട്ടവരെ, അങ്ങനെ മഹാവ്യാഴമാറ്റം സംഭവിക്കുകയാണ്. 2026 ജൂൺ മാസം 2-ാം തീയതി രാത്രി 1:48 വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് വ്യാഴസംക്രമം സംഭവിക്കുകയാണ്. 1201 ആണ്ട് ഇടവമാസം 19-ാം തീയതി മൂലം നക്ഷത്രത്തിലാണ് ഈ സംക്രമം നടക്കുക. കർക്കിടകം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഉച്ചരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഒട്ടേറെ നക്ഷത്രങ്ങൾക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംഭവിക്കുക. എന്നാൽ ചില നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ ഈ മാറ്റം അത്ര കണ്ട് ഗുണകരവും ആയിരിക്കുകയില്ല. 12 വർഷത്തിന് ശേഷമാണ് ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വർഷക്കാലമാണ് വ്യാഴം ഒരു രാശിയിൽ നിൽക്കുന്നത്. 2025 മെയ് മാസം 14-ാം തീയതി തൊട്ട് മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. 12 രാശികളിലായിട്ട് നിലകൊള്ളുന്ന 27 നക്ഷത്രങ്ങൾക്കും വ്യാഴത്തിന്റെ പ്രഭാവം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഗ്രഹനിലയും വ്യാഴത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ടുള്ള വഴിപാടുകളൊക്കെ നിർണയിച്ചു വേണം ഈ കാലഘട്ടത്തിൽ ദോഷങ്ങളെല്ലാം നമ്മൾ പരിഹരിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വ്യാഴമാറ്റത്തെയും വ്യാഴമാറ്റം കൊണ്ടുള്ള ഗുണം വർദ്ധിച്ചു വരാനുള്ള പരിഹാരങ്ങളെയും അതുപോലെ തന്നെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങളുടെ പേരും മറ്റു ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയൂ. അപ്പോൾ അതിനെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് വ്യാഴമാറ്റത്തെക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. വ്യാഴമാറ്റത്തിൽ ഇന്ന് മീനക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴം 4ാം ഭാവത്തിൽ നിന്നും 5ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. മീനൻ രാശിയിലേക്കും ഭാഗ്യഭാവമായ 9ാം ഭാവത്തിലേക്കും അഭീഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിലേക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സമയകാലമാണിത്. അടുത്ത ഒരു വർഷക്കാലം കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചില മാറ്റങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരും. പുതുതായിട്ട് പ്രമോഷൻ, വീട് പണി, വാഹനം മേടിക്കൽ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ദീർഘദൂര യാത്രകൾ, വിനോദസഞ്ചാരങ്ങൾ മുതലായവ ഈ കാലയളവിൽ സിദ്ധിക്കുന്നതാണ്. പക്ഷേ മുൻകാലങ്ങളിൽ വരുത്തിവെച്ച കടബാധ്യതകളെ കുറയ്ക്കാതെയുള്ള ആഡംബര വസ്തുക്കളുടെ പിന്നാലെയുള്ള പ്രയാണം കടബാധ്യതയെ വർദ്ധിപ്പിക്കുമെന്ന് ഈ കാലയളവിൽ പ്രത്യേകം ഓർത്തു വയ്ക്കേണ്ടതാണ്. ചിട്ടി, ലോണ് മുതലായവ ലഭ്യമാകാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ്. പക്ഷേ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നതിനാൽ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നവർക്ക് കാലം ഗുണം ചെയ്യും. എന്നാൽ വസ്ത്രവിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ കുറച്ചുകൂടി വിപണിയിലെ മത്സരത്തെ കരുതിയിരിക്കണമെന്ന് കാണുന്നുണ്ട്. ഇരുചക്ര വാഹനത്തിലൂടെയുള്ള യാത്രയിൽ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. അമിത വേഗത പാടില്ലാത്ത കാലഘട്ടമാണ്. ഏറ്റെടുത്ത പദ്ധതികൾ പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ബന്ധുമിത്രാദികളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്തുള്ള ചില വ്യക്തികളുടെ സഹായം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നതാണ്. വീട് പണി പകുതിയിൽ വച്ച് നിലച്ചു പോയവർക്ക് ആ പണി മുന്നോട്ട് കൊണ്ടുപോകാനും വീട് നിർമ്മാണം പൂർത്തീകരിക്കാനും സാധിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത്തരം ടെസ്റ്റുകൾ എഴുതി വിജയസാധ്യത ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്.
പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. ചികിത്സകൾ ഫലിക്കുന്ന കാലഘട്ടമാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന ഒരു സമയക്കാലമാണ് മുന്നിൽ കാണുന്നത്. കുടുംബത്തിലുണ്ടായിരുന്ന അനൈക്യം കുറച്ചു കൊണ്ടുവരാനും വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ഊഷ്മളതകൾ വരുത്താനും കഴിയുന്നതാണ്. കടലുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതാണ്. മോഷണം പോലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കാവുന്ന കാലഘട്ടം ആയതുകൊണ്ട് തന്നെ സ്വർണം, ധനം ഇവയൊക്കെ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടതാണ്. കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നതാണ്. പട്ടാളം, പോലീസ് മുതലായവയിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ ഇഷ്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം ഇവയൊക്കെ ലഭ്യമാകുന്നതാണ്. വസ്തുവിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലാവസ്ഥ ഉണ്ടായി വരുന്നതാണ്. കേസ് വഴക്കുകളിൽ വിജയമുണ്ടായി വരുന്നതാണ്. ആരോപണങ്ങളെ പ്രത്യാരോപണങ്ങൾ കൊണ്ട് തടുക്കാൻ കഴിയുന്നതാണ്. കിണറിൽ നിന്ന് ജലം ലഭിക്കുക, കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഗൃഹോപകരണങ്ങൾ സ്വന്തമാകുക തുടങ്ങിയൊക്കെ യോഗം കാണുന്നുണ്ട്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഗുണവശങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനുമുള്ള പരിഹാര നിർദ്ദേശങ്ങൾ പറയുകയാണ്. ശാസ്താക്ഷേത്രത്തിൽ നീരാജനം തെളിയിക്കുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, വ്യാഴാഴ്ച ദിവസം അരയാൽ പ്രദക്ഷിണം നടത്തുകയും ഒപ്പം കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുത് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തുകയും ആവശ്യമാണ്. ഭഗവത്ഗീത നിത്യവും പാരായണം ചെയ്യുകയോ വ്യാഴാഴ്ചകളിൽ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത് ഗുണകരമാണ്. ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ ഏഴരശനിയിൽ ജന്മശനി അനുഭവിച്ചു പോരുന്ന മീനൻ രാശിക്കാർക്ക് വ്യാഴം 5-ാം ഭാവത്തിൽ സംക്രമിക്കുന്നതിനാൽ ശനിദോഷം കുറഞ്ഞു കിട്ടുന്നതാണ്. നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതായിരിക്കും. മത്സ്യങ്ങളുള്ള ക്ഷേത്രത്തിൽ അരിയിട്ട് വാരുന്നതും ഗുണപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മുൻ സൂചിപ്പിച്ചതുപോലെ ആസൂത്രണ മികവോടുകൂടിയും എടുത്തുചാട്ടം കാണിക്കാതെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ ഈ വർഷക്കാലയളവ് വളരെ ഗുണകരമായിട്ട് പോകും. ഒപ്പം തന്നെ ഈശ്വരവിലാസവും വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. എല്ലാം മംഗളമായി ഭവിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.